ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അടങ്ങി ഒരു ഹായ് പറ, ഹായ് പറ, ഒരു ഹായ് പറ, ഇങ്ങോട്ട് നോക്കി. സോ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. നമ്മുടെ ഒറിയ കുറച്ച് വലുതായിട്ടുണ്ട്. ഇപ്പം അവൻ്റെ മെയിൻ പണിയാണ് ഈ പൂച്ചകളെ പിടിച്ചങ്ങ് കടിക്കുക എന്നുള്ളത്. ഇവിടെ ഒരു കുട്ടി പൂച്ചയുണ്ട്. അപ്പോൾ ഇവർ ആക്ച്വലി ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഭയങ്കര കളിയാണ്, രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചാണ് കിടന്ന് ഉറങ്ങുന്നത് ചില സമയത്തൊക്കെ. പക്ഷെ നമ്മുടെ ഒറിയോ അവനെ വിടത്തില്ല. കടിക്കുമെന്ന് പറഞ്ഞാൽ കടിച്ച് പിടിച്ച് വെക്കും. അപ്പോൾ ഒറിയോൻ്റെ തലകട്ടം കാണുമ്പം ഇവന്മാരൊക്കെ ഓടും. ഇവൻ്റെ ഫ്രണ്ട്സാണ്, പക്ഷേ എങ്കിലും കണ്ടാൽ ഭയങ്കര അടിയാണ് കേട്ടോ. ചില സമയത്ത് നല്ല എന്താ രസമാണ് കാണാൻ. ഇവൻ വളരെ വളർന്ന് വരുന്നോറും അഹങ്കാരിയായിട്ട് വരും, പറഞ്ഞ അനുസരിക്കത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പോകാൻ താഴെ പോ, നിന്നടുത്താ പറഞ്ഞ താഴെ പോവാൻ. ഇന്ന് മോളിൽ കയറുക കേട്ടാ, തരാം. ഒരു ഓഫ് ഡേ കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടും എൻ്റെ റൂമും ക്ലീൻ ആക്കുക. വീടല്ല, റൂം ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. 2 ദിവസം കൂടുമ്പോഴെങ്കിലും ബെഡ്റൂം തുടച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ എൻ്റെ ഹോളും പിന്നെ ആ മുകൾ ഭാഗം മൊത്തം ഒന്ന് തൂത്തുവാരി തുടയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടാസ്ക്. അതിനുശേഷം കുറച്ച് തുണികളുണ്ടായിരുന്നു. അത് നമ്മുടെ ഇപ്പുറത്തെ തുണി വിരിക്കുന്ന കുറച്ച് സ്പേസ് ഉണ്ട്. ഇപ്പം നമ്മളവിടെ ഷീറ്റൊക്കെ ഇട്ട് അവർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ തുണി വിരിക്കുന്നത് ഇതാ കണ്ടു. നമ്മുടെ കിങ്ങിണി ഇത് അവിടെ കിടപ്പുണ്ട്. കുറേ പേര് നമ്മുടെ കിങ്ങിണീനെയും കിച്ചുവിനെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല ഏജായി. അപ്പോൾ അതിൻ്റെ കുറേ അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ നമ്മൾ സെപ്പറേറ്റ് ആണ് വീട്ടിലിട്ടിരിക്കുന്നത്. മുകളിലാണ് അവരുടെ സ്റ്റേയും കാര്യങ്ങളും ഒക്കെ. താഴെ കുട്ടാപ്പിയുണ്ട്. പിന്നെ നമ്മുടെ വേറൊരു ഡോഗുണ്ട്, വന്ന് കയറി കിടക്കുന്ന ഒരു ഡോഗാണ്. അപ്പോൾ അവൾ പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവരെ താഴോട്ട് ഇറക്കാറില്ല. ഇനിയിപ്പോൾ വലിയച്ഛനും വലിയമ്മയൊക്കെ വരും. ഒരു വിശേഷമുണ്ട് കേട്ടോ. 10 വർഷത്തിന് ശേഷം കാണുന്ന വലിയച്ഛന്. വലിയമ്മ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണും. 10 വർഷത്തിന് ശേഷം. നീ ആ ഫോട്ടോ എടുത്ത്. ഞാനങ്ങനെ 10 വർഷത്തിന് ശേഷമാണ് വെളിച്ചനെ കാണുന്നത്. 2015 ഞാൻ വെളിച്ചനെ കണ്ടത് ഒരു പ്രോഗ്രാം, ഒരു ഇതിന്. അതിനുശേഷം വെള്ളിച്ചൻ ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കണ്ടത്. പിന്നെ വെല്ലിമേനെ ആര്യനെ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അവരുടെ വീട്ടിൽ പോയി, അന്നൊന്നും വെള്ളിച്ചൻ അവിടെ ഇല്ല. അപ്പോൾ വിശേഷം ആര്യൻ്റെ കല്യാണമാണ്. അപ്പോൾ അത് ഇൻവൈറ്റ് ചെയ്യാൻ വന്നത് എൻ്റെ ഏറ്റവും എനിക്ക് ആകെയുള്ളൊരു അനീതിയാണ്. അനീതിയുടെ കല്യാണം വായിച്ചോളൂ. പ്രഭു ചേട്ടന്റെ പേര്. അങ്ങനൊന്നുമില്ല. ചെരുപ്പോടെ കാരണമുണ്ട്, ഇല്ലെങ്കിൽ ചെരുപ്പില്ലാതെ പോണ്ടി വരും. രണ്ടിടത്ത് വെച്ച് ഇവരെടുത്തോണ്ട് പോകും. ചിലപ്പോ അറിയാൻ പറ്റില്ല, ഇവിടെ എടുത്ത് കടിക്കും. അവിടെ നല്ല സമയം. ചെടിയെല്ലാം പോയി, സാരമില്ല. ഇനി പതുക്കെ അങ്ങ് ചെടികളൊക്കെ അങ്ങ് നട്ടുപിടിച്ചാൽ മതി. മക്കള് വരുന്നോ? വരുന്നോ? മക്കള് വരുന്നെങ്കിൽ വാ, നമുക്ക് പോവാം. ചെടിയുടെ വന്ന് പറയാം, ഇതിനൊക്കെ പറ്റും. മൊത്തം എന്നാ ശരിയടാ. ഇവർ പത്തനാപുരത്ത് നിന്ന് വന്നതാണ് നമ്മളെ കല്യാണം ഇൻവൈറ്റ് ചെയ്യാനായിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ വലിയച്ഛനെ കാണുന്നത് 10 വർഷത്തിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ വലിയമേനെയും ആര്യനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. പിന്നെ അടുത്തൊരു വിശേഷം എന്ന് പറയുന്നത് ആകെയുള്ളൊരു അനീതിയുടെ കല്യാണമാണ്. അത് അടിച്ചു പൊളിക്കണം. അവരങ്ങനെ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും പോയി. ഇനി നമുക്ക് കുറച്ച് ടാസ്കുള്ളത് പർച്ചേസിങ് ആണ്. ഒരു മാസത്തെ സാധനങ്ങൾ നമ്മൾ ഒരുമിച്ചാണ് എടുക്കാറുള്ളത്. അപ്പം നമ്മളിതാ മാർജിൻ ഫ്രീയിൽ വന്ന് കുറേ സാധനങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യും. അപ്പം ഞാൻ അമ്മയുടെ കൂടെ നടക്കും. കാരണം എക്സ്ട്രാ ഞാനാണ് ബഡ്ജറ്റ് ഇടുന്നത്. സോ ബഡ്ജറ്റിൽ കൂടുതൽ എടുക്കാതിരിക്കാൻ ഞാനിങ്ങനെ കൂടെ നടക്കും. ഇപ്പോൾ ഒരു വലിയൊരു പൗഡറൊക്കെ മീൻസ് എന്താണ് നമ്മുടെ വാഷിംഗ് പൗഡറൊക്കെ മേടിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കും എന്തിനാ ഇത്ര, അല്ലെങ്കിൽ 5 കവർ പാൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കും എന്തിനാ ഇത്ര, ഒരു 20 കിലോ അരി എടുക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കും എന്തിനാ ഇത്ര, അങ്ങനെ ചോദിച്ച് കൂടെ നടക്കും. കാരണം ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലയെന്ന് പറയുന്നത് നമുക്ക് പറ്റത്തില്ല, ഒരു സാധാരണ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. സോ ഓരോ ബില്ലടിക്കും തോറും എൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ മുൾട്ടാനിമിട്ടി എന്നൊക്കെ പറയും. അത് കിടന്ന് തപ്പ് കേട്ടോ. ഈ ടാൻ മാറ്റാനായിട്ട് കേട്ടോ ഞാൻ കിടന്ന് തപ്പുന്നത്. ബോഡി ഫുള്ള് മുൾട്ടാനിമിട്ടി ഇട്ടെങ്കിൽ ഇനി ശരിയാവത്തുള്ളേ. സാധനം എടുക്കാൻ പോകുമ്പോൾ ഞാൻ
ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ചെയ്യുന്നതാണ് ടിഷ്യൂ പേപ്പർ. കാരണം ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ മുഖം വൈപ്പ് ചെയ്യുന്നത്. നമ്മൾ ഈ കുളി കഴിഞ്ഞിട്ട് മിക്കവർക്കുള്ളതാണ് ആ സെയിം തോർത്തുകൊണ്ട് മുഖം വെള്ളം ഉപ്പുന്നത്. അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ മുഖക്കുരു ഒക്കെ വരാൻ ഭയങ്കര എളുപ്പമാണ്. സോ ഇപ്പോൾ കുറേ നാളായിട്ട് ടിഷ്യൂ പേപ്പർ ഞാൻ പ്രത്യേകമായിട്ട് എടുക്കും ഈ ഒരു കാര്യത്തിന്. മുഖമൊക്കെ കഴുകിയാലും അല്ലെങ്കിൽ നമുക്ക് കുളിച്ച് വന്നാലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ വൈപ്പ് ചെയ്യുന്നത്. അവസാനം ബില്ലടിച്ച് വരികയാണ്. ബില്ല് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. കാരണം എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ എമൗണ്ട് വന്നിട്ടുണ്ട്. ഈ 2 ചാക്ക് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനം ഒരുമിച്ചാണ് എല്ലാം കൂടി എടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബില്ല് വരുന്നത് കേട്ടോ. പിന്നെ എല്ലാം ഇനി എന്ത് പറയാൻ, വാങ്ങിക്കാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. എല്ലാം പെറുക്കി വെച്ച് ഇട്ടോട്ട് പോവാണ്. ഇനി വീട്ടിൽ നിന്നിട്ട് എനിക്ക് അടുത്ത ബഹളം, എന്തിനാണ് അത് എടുത്തത്, എന്തിനാണ് ടൈറ്റ് കൂടി തുടങ്ങിയത് കൊണ്ട് എനിക്കായിട്ട് പിന്നെ കുറേ സാധനം എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വന്നു. നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരുറക്കം, ഉച്ചയുറക്കം അതങ്ങോട്ട് നിർബന്ധമാണ്. നമുക്ക് നല്ല മഴയുണ്ട് കേട്ടോ. എന്താ പറയുക, ഷൂട്ടില്ലാത്ത ദിവസമൊക്കെ എനിക്ക് ഉച്ചയ്ക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. പക്ഷേ രാത്രി ഉറക്കം വരത്തില്ല. അത് വലിയൊരു ടാസ്ക്കാണ്. ഇൻ കേസ് ഇപ്പം നാളെ ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ട് രാത്രി ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അവർ ഷൂട്ടിന് പോകാൻ നേരത്തെ എഴുതേക്കാമല്ലോ. മറ്റേത് ഭയങ്കര ടയേർഡായിരിക്കും. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇന്ന് കുറേ കാര്യങ്ങൾ കണ്ടല്ലോ. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, വെല്ലിച്ചനെ കണ്ടു എന്നുള്ളതാണ്. 10 വർഷത്തിന് മുന്നെയാണ് ഞാൻ വെല്ലിച്ചനെ ലാസ്റ്റ് കണ്ടത്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങനെ കൊമഞ്ചേരി അങ്ങനെ പോവാറില്ല. ഇനിയിപ്പോൾ ഇനി ഒട്ടും ചിലപ്പോൾ ഇനി പോവില്ലായിരിക്കും. കാരണം അവളുടെ കല്യാണം കൂടെ കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മളിനി അങ്ങനെ അങ്ങോട്ട് പോവാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അല്ലെങ്കിലും പോവാറില്ല. ഒരു ഷേക്കാൻ്റെ എന്നാ വിസ്താര എവിടെ നല്ല അനുസരണയാണ്. പ്രത്യേകിച്ച് ഞാനും ഉണ്ണിയും എങ്ങനെയാണോ അതേപോലെയാണ്. ഈ വീടിപ്പോൾ ഭരിക്കുന്ന ഇവനാണ് ഇവിടുത്തെ എല്ലാം. ഇവന് ഭക്ഷണം കൊടുത്തത് നമുക്ക് തരത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൊടുത്താൽ കേട്ടോ, അങ്ങോട്ട് നോക്ക്. ഇവാ നിന്നെ ആരൊക്കെ അന്വേഷിക്കണം. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കാൻ. ഒരു പൂച്ച വെറുതെ വിടത്തില്ല. ഇവാ നോക്ക്. അയ്യോ പൊണ്ണണ്ടിയ പൊണ്ണ് അങ്ങോട്ട് വെക്കാം, അങ്ങോട്ട് വെക്കാം. ആന ഇന്ന് കുളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അടി അടി അടി. വളർന്നു ഇനി അങ്ങ് വല്ലാണ്ടങ്ങ് വളർന്നു. പല്ല് തേക്കത്തില്ല.